ഹായ് ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ മാറ്റി നടാമെന്ന് വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ നാൾ മുമ്പ് വീട്ടിൽ നിന്ന് ചെറിയ തെറ്റിയുടെ തൈയൊക്കെ കിട്ടിയതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ ഒരു 5-6 എണ്ണം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വലുതായി, അതിനകത്ത് പൂക്കളും വന്നു. ഇനി മാറ്റി നട്ടില്ലെങ്കിൽ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഓരോന്ന് മാറ്റി നടാനുള്ള പരിപാടിയായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ തീരെ ചെറുതായിരുന്നു, അപ്പോൾ അതായത് ഇത്രയുള്ള സമയത്ത് കിട്ടിയതായിരുന്നു. ഈ തൈകൾ കിട്ടിയ സമയത്ത് ഇതൊക്കെ ഏത് കളറാണെന്നൊന്നും ഒരു പിടിയില്ലായിരുന്നു. വീട്ടിൽ പല കളർ തെറ്റിയുണ്ടായിരുന്നു, എല്ലാം അടുത്തടുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തൈ ഇപ്പോൾ ഏതിൻ്റെയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പിങ്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയതെല്ലാം പിങ്ക് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഈ കിട്ടിയതെല്ലാം ഈ കളറാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ പിങ്ക് കളറും കാണാനായിട്ട്. അപ്പോൾ ഏതായാലും മാറ്റി നടുകയാണ്. പിന്നെ ഓരോന്നും ഓരോ ചട്ടിയിലായിട്ട് വെക്കാനായിട്ട് എൻ്റെ കയ്യിലിപ്പം അത്രയും ചെടിച്ചട്ടിയൊന്നും ഇല്ല. അതുകൊണ്ട് 2 എണ്ണം ഒക്കെ ഒരു ചട്ടിയിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചെടി നട്ട ഉടനെ ഇതുപോലെ വാരിക്കോരി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. പക്ഷെ ഇങ്ങനെ ഒഴിക്കാൻ പാടില്ലെന്ന് തോന്നുന്നല്ലേ. പൂക്കളിൽ അധികം വെള്ളം ഒഴിക്കാത്തതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. പൂക്കൾ പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കണമെങ്കിൽ താഴെ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത ചെടികളും ഓരോന്നോരോന്നായിട്ട് മാറ്റി നട്ടു. ഈ ചുമന്ന പൂ വരുന്ന ചെടിയും ഇതുപോലെ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്, അതും മാറ്റി നട്ടു. അടുത്ത തെറ്റിയും മാറ്റി നട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അതിൽ പൂ വന്നിട്ടില്ല ഇതുവരെ. അത് റെഡ് കളറായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതെന്ത് കളറായിരിക്കും? നന്നായിട്ട് വലുതായിട്ടുണ്ട്. ആ കുഞ്ഞു ചട്ടിയിൽ നിന്നതിൽ ഇത് നല്ല പുഷ്ടിയോടെ വളർന്നിട്ടുണ്ട്. മറ്റേതൊക്കെ കുറച്ച് വളർന്നിട്ട് പൂ വന്നു, ഇതിലിതുവരെ പൂ വന്നിട്ടില്ല. ഇങ്ങനെ വളർന്ന് വളർന്ന് പോവാണ്. എന്ത് പൂവാണ് വരാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പൂക്കട്ടെ, അപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് നാൾ മുമ്പ് ഞാനിവിടെ ട്രാൻസ്ഫോം ചെയ്ത് തകർക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് കുറേ ചെടിയൊക്കെ നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെടി നട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ചെടിയേക്കാളും കൂടുതലും പുല്ലാണ് വളർന്നത്. ഇതിപ്പോൾ ചെടി ഏതാ പുല്ല് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇപ്പോൾ ഒരു ചെടി നടാതിരുന്നപ്പോൾ ഇത്രയും പുല്ലൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ചെടി നട്ടതിന് ശേഷമാണ് ഇത് കൂടുതലും വൃത്തികേടായെന്ന് തോന്നുന്നു. എന്തായാലും പതുക്കെ പതുക്കെ ഈ ഇടയ്ക്കുള്ള പുല്ലൊക്കെ അങ്ങ് പറിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടി നടലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ പുല്ല് പറിക്കൽ പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഗാർഡനിങ്ങിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ് ഈ പുല്ല് പറിക്കൽ. എല്ലായിടത്തും മണ്ണിലിങ്ങനെ ചെടി നടുന്ന വീടുകളിൽ ഉള്ളൊരു പ്രധാന പ്രശ്നമാണ്. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ വേണ്ടാത്ത ചെടികളും പുല്ലും ഒക്കെ വളർന്നു വരും. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേരോടെ എടുത്ത് കളഞ്ഞാൽ കുറച്ച് നാളെങ്കിലും വരാതിരിക്കും. അല്ലാതെ വലിച്ചു പൊട്ടിച്ച് കഴിയുകയാണെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അത് വലുതായിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ കുറേ പറിച്ച് അവിടെയൊക്കെ വീണ്ടും ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് നട്ട ചെടികളെല്ലാം പിടിച്ചായിരുന്നു, എല്ലാത്തിലും പൂവുണ്ട്. പിന്നെ ഈ പുല്ല് പറിച്ച് പറിച്ച് ഇങ്ങനെ അറ്റം എത്തിയപ്പോഴേക്ക് ഞാനങ്ങ് ക്ഷീണിച്ചു. പിന്നെ ഇനി കുറച്ച് ഭാഗം എന്താ ഇത്രയും കൂടെ പുല്ല് പറിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ആരോഗ്യമില്ല. രാവിലെ എഴുന്നേറ്റ് ചായ പോലും കുടിക്കാതെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി പുല്ല് പറിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. അതിനി നാളെ പറിക്കാമെന്ന് വെച്ചു. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് എന്തെങ്കിലും ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ പുല്ല് പറിക്കലും ഗാർഡനിങ്ങും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ പുല്ല് പറിക്കുന്ന ഒരു നിസ്സാര പണി അല്ല കേട്ടോ. വീഡിയോ കാണുമ്പോൾ ഞാനവിടെ ഇരിക്കുന്നതും കണ്ടു, ഇത്രയും പുല്ല് പറിച്ചതും കണ്ടു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മണിക്കൂർ എടുത്തായിരുന്നു ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേരോടെ പറിച്ചെടുക്കാനായിട്ട്. ഞാനൊരു സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്ന് കുറേ സമയമെടുത്തു. അതുകൊണ്ട് ഇപ്പം ഇനി നല്ല വിശപ്പായി, പോവാണ്. അതിനു മുമ്പ് ഇവിടെയുള്ള കുറച്ച് മുല്ലപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകാം, വിളക്കിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ചിട്ട് പോവാം. ഞാനിപ്പോൾ എന്ത് കഴിക്കും എന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പോയിട്ട് ഇനി ആഹാരം ഉണ്ടാക്കാനുള്ള ആരോഗ്യം തീരെയില്ല. എന്തെങ്കിലും ഇങ്ങനെ കട്ടിക്ക് കിട്ടിയാൽ കൊള്ളാം. പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ പുല്ലൊക്കെ പറിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുക. എനിക്ക് കുളിക്കാതെ ഇറങ്ങാനും പറ്റത്തില്ല. പക്ഷേ അതൊരു വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുമില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മുടെ സ്ഥിരം ഐറ്റം തന്നെ പോയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യമി ബ്രേക്ക്ഫാസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി. നല്ല തിക്കായിട്ടുള്ള ഐസ്ക്രീം പോലെയുള്ള ഈ ഷേക്ക്, അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വിശപ്പിന് ചെറിയൊരു ശമനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ലഞ്ചായിട്ടാണെങ്കിലും ഡിന്നറായിട്ടാണെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട.
നല്ല കട്ടയ്ക്ക് വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും വലിയ ഗ്ലാസ് നോക്കിയെടുത്ത് അത് നിറയെ ഈ ഷേക്കും എടുത്ത് പതുക്കെ പതുക്കെ ഇതും കുടിച്ച് ഞാൻ എൻ്റെ ബാൽക്കണിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ചെടികളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഈ മധുകാമിനി ചെടി പൂവണിഞ്ഞ് തളിർത്ത് തിമിർത്ത് നിൽക്കുകയാണ്. എന്തൊരു മണമാണെന്നറിയാമോ ആ ഡോറ് തുറക്കുമ്പോൾ. ഈ ചെടി പൂക്കുന്ന സമയത്ത് രാത്രിയാട്ടോ ഇത് പൂക്കുന്ന സമയത്ത് ആ ഡോറെങ്ങാനും തുറന്നിട്ടുണ്ടെങ്കിൽ വീട് മുഴുവൻ വല്ലാത്തൊരു മണമാണ്, ഭയങ്കര മണമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് ഇത്രയും ഇങ്ങനെ നിറഞ്ഞ് പൂത്തിട്ട് ഇതിൻ്റെ മണം കൊണ്ട് കുഞ്ഞ് തേനീച്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാൽക്കണി ഇന്നത്തെ ദിവസം മുഴുവൻ ഈ ബാൽക്കണി ഭയങ്കര മണമായിരിക്കും. പക്ഷേ കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ പൂവിന് ഒരു ദിവസം ആയുസേ ഉള്ളൂ. ഒരു ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ വേറെ മുട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് പൂക്കും. ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിറയെ പൂ വരും, പിന്നെ ചിലപ്പോൾ പൂ ഒന്നും കാണത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഒന്ന് നടുവൊക്കെ നിവർത്തി, സമയം കുറേ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ലുലു മോളിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് സാരീസൊക്കെ നോക്കണം എന്നുണ്ട്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ആദ്യം തന്നെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നോക്കി തുടങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എനർജി ആയിട്ട് നോക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായി ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നോക്കുന്നതിനിടയ്ക്ക് പിന്നെയും വീണ്ടും കഴിക്കാൻ പോകണമല്ലോ. അങ്ങനെ ആദ്യം തന്നെ ഫുഡ് കോർട്ടിൽ വന്നു, ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചങ്ങ് കഴിച്ചു. കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് നല്ല എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലാവിഷായിട്ട് ഇവിടെയുള്ള ഓരോ ഷോപ്സിലും കയറി എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്, അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ ഷോപ്സിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഈ ഷോപ്പിംഗ് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ്. കാരണം നമുക്കിങ്ങനെ ഓരോന്നിലൊക്കെ അവരിട്ട് വെച്ചേക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ ഇത് നമുക്ക് ഒട്ടും ചേരുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കവാറും സാരിയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് പോകാറ്. അപ്പോൾ അമ്മ ഫൈനലി പറയുന്നതായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് കണ്ട് കൊള്ളാമെന്ന് തോന്നിയാലും ചിലപ്പോൾ അമ്മയ്ക്കത് നല്ലതായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുന്നെങ്കിലും അമ്മയും കൊണ്ടുവന്നേ ഫൈനലി വാങ്ങത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെറുതെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടുത്തെ റേറ്റൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ഞാൻ വിചാരിച്ചു ലുലു മോളിൽ ഭയങ്കര റേറ്റ് ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒരു ആവറേജ് റേറ്റുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പോത്തീസിലും ജയലക്ഷ്മിയിലും ഒക്കെ വെറുതെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരിയുടെ ഒരു റേറ്റൊക്കെ ഒരു ഏകദേശ വില ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ കണ്ടപ്പോഴും അങ്ങനെ ഭയങ്കര കത്തിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ എടുത്തിങ്ങനെ വെച്ച് നോക്കുകയാണ്, എനിക്ക് ചേരുന്നുണ്ടോ കൊള്ളാമോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ അമ്മയ്ക്കും അയച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് അനു എന്ന് പറഞ്ഞിട്ട്, അവൾക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അവളും എനിക്കിതുപോലെ സജഷൻസൊക്കെ പറയാറുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അമ്മയും പറഞ്ഞു അനുവും പറഞ്ഞു ഇത് വേണ്ട, കുറച്ചുകൂടി ബ്രൈറ്റ് കളേഴ്സൊക്കെ വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ സാരി വാങ്ങൽ ഒരു നടപടിയാവുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അല്ലാത്ത കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ ഇറങ്ങി. ശരിക്കും വീട്ടിലിടാൻ കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ കുറച്ച് ഷർട്ട് ടൈപ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വെച്ചു. എന്തായാലും കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ എടുക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോമലായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയ 2-3 സാധനങ്ങൾ കാണിച്ചു തരാം. ഒന്നിതാണ്. എൻ്റെ ഡ്രസ് സെൻസ് വളരെ മോശമാണോ കൊള്ളാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എന്തായാലും വീട്ടിലിടുന്നതല്ലേ, പുറത്ത് പോകുന്നില്ല, ഇതൊക്കെ മതി. അങ്ങനെ ഒരു 2-3 ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ വാങ്ങിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. റംസാൻ്റെ കുറേ ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ കുറേ ഓഫറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡേറ്റ് ഫെസ്റ്റും അങ്ങനെ കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. ഞാനിവിടെ നിന്ന് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഹസ്ബൻഡുമായിട്ട് പുറത്ത് പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ സുപ്രീം അപ്പർ ക്രസ്റ്റിൽ വന്നു. എന്താണെന്നറിയത്തില്ല, എന്തോ ഞാനിങ്ങനെ വീഡിയോ കണ്ട് വന്നപ്പം ഒരു പാസ്തയുടെ വീഡിയോ കണ്ടിട്ട് പാസ്ത കഴിക്കണമെന്ന് ഭയങ്കര കൊതി തോന്നി. അപ്പോൾ
ഇവിടുത്തെ പാസ്ത ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ക്രീമി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് അത് തന്നെ കഴിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ രാത്രി ഹസ്ബൻഡിനെയും വിളിച്ചുകൊണ്ട് പാസ്ത കഴിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ പാസ്തയൊക്കെ കഴിച്ചു. സുപ്രീമിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൂട്ട് ബേ എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് ഷോപ്പുണ്ട്. അങ്ങനെ അവിടെ വന്നു ഒരു കരിക്കിൻ ഷേക്കും കൂടെ കുടിച്ചപ്പോൾ തൃപ്തിയായി. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.